ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാസി മുഹമ്മദ്. എത്ര പറഞ്ഞാലും ഓല തന്നെ ആൾക്കാർ എടുക്കുകയുള്ളൂ. ഓലയെ കുറിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ ഓല തന്നെ എടുക്കാൻ പോകുന്നുള്ളൂ. എന്തുകൊണ്ടെന്ന് അറിയില്ല, കാരണം അത്രയും ഫാൻ ബോയ്സ് ആണ് ഓലയുടെ പിന്നാലുള്ളത്. വണ്ടി നല്ല വണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ല. ഈ ഒരു എമൗണ്ടിലൊക്കെ നമുക്ക് കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ് ഓല. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ഇവരുടെ പഴയ വണ്ടിയിൽ നിന്നും പുതിയ വണ്ടിയിലോട്ട് അവർ പുതിയ ജനറേഷനിലോട്ട് വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവരുടെ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെക്ഷനിലാണ്. സർവീസ് അവർ ഇനിയും മെച്ചപ്പെടാനുണ്ട്. എന്തായാലും ഈ വരും കാലങ്ങളിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണല്ലോ, സർവീസൊക്കെ ബെറ്റർ ആവും എന്നുള്ളത് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഒല S1 Pro ജനറേഷൻ 1, അതായത് ഇവർ ഇറക്കിയ ആദ്യത്തെ വണ്ടി, എൻ്റെ കയ്യിലുള്ള ആ ഒല സ്കൂട്ടറിന് എത്രയായിരുന്നു പീക്ക് പവർ നോക്കാം. 8.5 കിലോവാട്ട് ആയിരുന്നു. അതിൻ്റെ റേഞ്ച് കമ്പനി അന്ന് വാഗ്ദാനം ചെയ്തിരുന്നത് IDC റേഞ്ച് 170 കിലോമീറ്റേഴ്സ് ആയിരുന്നു. ടോപ്പ് സ്പീഡ് പറഞ്ഞിരുന്നത് 116 കിലോമീറ്റർ ആയിരുന്നു. ഇതിൽ ഈ IDC റേഞ്ച് 170 എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ വേൾഡിൽ നമ്മൾ ടൗണിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 50 കിലോമീറ്റർ കുറച്ചിട്ട് നമുക്ക് കണക്കൂട്ടാം. എനിക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 120 കിലോമീറ്ററാണ് ട്രൂ റേഞ്ച് എന്ന് നമുക്ക് ടൗണിലും സിറ്റിയിലൊക്കെ ഉപയോഗിച്ചിട്ട് മനസ്സിലായിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം ജനറേഷൻ 2 വന്ന സമയത്ത് അതിൻ്റെ പീക്ക് പവർ 11 കിലോ വാട്ടിലോട്ട് ഉയർത്തിയിട്ടുണ്ട്. IDC റേഞ്ചും ഉയർന്നിട്ടുണ്ട്. 195 കിലോമീറ്ററാണ് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നത്. അതായത് 140 കിലോമീറ്ററൊക്കെയാണ് ട്രൂ റേഞ്ച് ആയത് നമുക്ക് ടൗണിലും സിറ്റിയിലൊക്കെ യൂസ് ചെയ്തിട്ട് ആൾക്കാർ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 കിലോമീറ്ററാണ്. അതായത് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് റേഞ്ചിൽ ഒരു 20-25 കിലോമീറ്ററോളം ജനറേഷൻ 1നേക്കാളും ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ജനറേഷൻ 3യുടെ കേസിൽ അവർ 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്: പെർഫോമൻസ്, റിലയബിലിറ്റി ആൻഡ് സേഫ്റ്റി. ഡിസൈൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അത് S1 Pro ജനറേഷൻ 1, ജനറേഷൻ 2, ജനറേഷൻ 3യും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഇന്നർ ടെക്നോളജികളിലാണ് ഒരുപാട് വ്യത്യാസം കൊണ്ടുവന്നിട്ടുള്ളത്. Gen 3ക്ക് വേണ്ടിയിട്ട് അവർ പുതിയ പ്ലാറ്റ്ഫോം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അലുമിനിയം കാസ്റ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഫ്രണ്ട് ആൻഡ് റിയർ സബ് അസംബ്ലിയാണ് നൽകിയിട്ടുള്ളത്. അത് ബാറ്ററിയിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബാറ്ററി ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഈ മോട്ടർ, ബാറ്ററി, ഇലക്ട്രോണിക്സ് എല്ലാതും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററി പാക്കാണ് വന്നിട്ടുള്ളത്. ഈ Gen 3 പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമർ നീഡ്സിനനുസരിച്ചിട്ട് പലതരം സെഗ്മെൻറ്റുകൾ ഈ സ്കൂട്ടർ സെക്ഷനിൽ അവർ കൊണ്ടുവരുന്ന പറയുന്നത്. അതായത് കമ്മ്യൂട്ടർ സ്കൂട്ടർ, സ്പോർട്സ്, ടൂറർ, അങ്ങനെ ഒരുപാട് പുതിയ നമ്മളിന്ന് വരെ കാണാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള സ്കൂട്ടർ സെഗ്മെൻറ്റ്സ് ഇവർ കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ബാറ്ററി പാക്കിലാണ് അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുള്ളത്. Gen 2ൽ തന്നെ അവർ ബാറ്ററിയിൽ ചെറിയ വ്യത്യാസം കൊണ്ടുവന്നിരുന്നു. എന്നാൽ Gen 3യുടെ കേസിൽ അവർ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഭാരത് സെൽ എന്ന് പറയുന്ന പുതിയ ബാറ്ററിയാണ്. ജനറേഷൻ 2ൽ വന്നിരുന്നത് 2170 എന്ന് പറയുന്ന ഒരു ബാറ്ററി സെല്ലാണ്. അതിനേക്കാളും 10% മോർ എനർജി ഡെൻസോട് കൂടിയ ബാറ്ററിയാണ് ഭാരത് സെല്ലായിട്ടുള്ള 4680. ജനറേഷൻ 1ൽ വന്നിരുന്നത് 10 ECUs ആയിരുന്നു വന്നിരുന്നത്. അതായത് ലോഡ്സ് ഓഫ് വയർ നെറ്റ്വർക്കും കൂടിയിട്ടുള്ള ഒരുപാട് വലിയൊരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് ജനറേഷൻ 1ൽ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വണ്ടി നമുക്കറിയാലോ, എപ്പോൾ നോക്കിയാലും ഓരോ കംപ്ലയിൻസും കാര്യങ്ങളും വരുന്നൊരു വണ്ടിയാണ് ജനറേഷൻ 1. ഹീറ്റിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കുക നല്ലത്. നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനിവിടുന്ന് മലപ്പുറം വരെയൊക്കെ പോയിട്ട് ഒരു 35 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വണ്ടി ഹീറ്റിംഗ് ഇഷ്യൂ എന്നതിൽ എഴുതി കാണിക്കും. ഇനി മലപ്പുറം വരെ പോകുന്നു വേണ്ട, നാട്ടിലൂടെ തന്നെ ഒരു അത്യാവശ്യം അധികം ടൗണിലൂടെ വട്ടം കറങ്ങി കഴിഞ്ഞാൽ തന്നെ ഇത് ഹീറ്റിങ്ങിൻ്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ജനറേഷൻ 2ൽ അതിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നു. 4 ECU ആക്കി മാറ്റി. അതിൻ്റെ ആ വയറിംഗ് കോംപ്ലക്സ് സ്ട്രക്ചർ അവർ ഒരുപാട് കുറച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ജനറേഷൻ 3 വന്നപ്പോഴേക്കും ഇതെല്ലാം കൂടെ വയറിങ്ങിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ മാറ്റിയിട്ട് BMS, MCU, മറ്റുള്ള കമ്പോണൻസ് എല്ലാം കൂടെ ഒരു സിംഗിൾ ഹൈ പെർഫോമൻസ് മൾട്ടി ക്രോ പ്രോസറിലോട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒരൊറ്റ യൂണിറ്റ് ആക്കിയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ സ്ട്രക്ചറിന് വയറിംഗ് കോംപ്ലക്സിറ്റി ഒക്കെ കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്, റിലയബിലിറ്റി കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ എല്ലാ സിസ്റ്റങ്ങളും വയർഡ് നെറ്റ്വർക്ക് കൂടി അല്ല കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വെച്ചിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്നത് അവർ ഒരു പുതിയ ചിപ്പായിട്ടുള്ള കുട്രിം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സെൻസ് ചെയ്തിട്ടുള്ള ഒരു ചിപ്പാണ് ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്നത്. Gen 3ലുള്ള ഈ ഹൈ പ്രോസസ്സർ അവിടെ സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് Gen 3ലോട്ട് ഇനി വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. Gen 1ൻ്റെ കേസിലും Gen 2ൻ്റെ കേസിലൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുള്ള കമ്പനിയാണ്. നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തന്നിട്ടില്ല എന്ന് പറയുന്നില്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് ബഗ്സും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഇവിടെ ഈ കേസിൽ അങ്ങനെ വരില്ല എന്നാണ് കമ്പനി പറയുന്നത്. കാരണം അത്രയും ഹൈ മൾട്ടി പ്രോസസ്സറാണ് കമ്പനി നൽകിയിട്ടുള്ളതെന്ന് പറയുന്നു. ഒരുപാട് അനൗൺസ്മെൻ്റ് ആണ് പുതിയ Gen 3ൽ വന്നിട്ടുള്ളത്. അതായത് നമ്മളെ പഴയ Gen 2ലും Gen 1ലൊക്കെ വന്നിരുന്ന ബെൽറ്റ് ഡ്രൈവ്, ഹബ് മോട്ടർ, ആ സിസ്റ്റം ഒക്കെ എടുത്ത് പോവുകയാണ്. ഇനി എല്ലാ Gen 3 മോഡൽസിലും, അതായത് S1X അതിൻ്റെ ബേസ് മോഡൽ മുതൽ എല്ലാ വണ്ടികളിലും വരുന്നത് ന്യൂ ചെയിൻ ഡ്രൈവ് ടെക്നോളജിയാണ്.
ഈ ടെക്നോളജി വരുന്നതിലൂടെ വണ്ടിയുടെ ബാറ്ററി എഫിഷ്യൻസി 2% കൂടും. അതുപോലെ തന്നെ 10% ആക്സിലറേഷൻ ലെവൽ കൂടും. ബാറ്ററി ലൈഫും 2x കൂടും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തൊരു ടെക്നോളജി ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രേക്ക് ബൈ വയർ ടെക്നോളജിയാണ്. അതായത് നമ്മൾ കോമൺ സ്കൂട്ടറുകൾ മറ്റുള്ള വണ്ടികളിലൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പാഡിലൂടെ കൈനറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ കൈനറ്റിക് എനർജി ഹീറ്റായി കൺവേർട്ട് ചെയ്തിട്ട് അത് പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം കൊണ്ട് നമ്മുടെ ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് കുറയാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ ഇവിടെ പാറ്റേൺഡ് ബ്രേക്കിംഗ് സെൻസർ നൽകിയിട്ടുണ്ട്. ഈ സെൻസർ നമ്മുടെ ബ്രേക്കിംഗ് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മൾ അർജൻസി ഓഫ് ബ്രേക്കിംഗ് എത്രമാത്രം ഉണ്ടെന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് ഈ സിഗ്നൽസ് ഡയറക്റ്റ് പാസ് ചെയ്തിട്ട് നമ്മുടെ ഇലക്ട്രോണിക് ബ്രേക്കിംഗ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഈ ഇലക്ട്രോണിക് ബ്രേക്കിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നതോടുകൂടെ നമ്മുടെ വണ്ടിയിൽ വരുന്ന കൈനറ്റിക് എനർജി സാധാരണ സ്കൂട്ടറുകളൊക്കെ ഞാൻ പറഞ്ഞു തെർമൽ എനർജിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ഇവിടെ തെർമൽ എനർജിയിലോട്ടല്ല കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ ആ ഇലക്ട്രോണിക്സ് ബ്രേക്കിംഗ് സിസ്റ്റം ഇതിനെ റീജനായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഈ റീജനിലൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയുടെ റേഞ്ച് കൂടാനുള്ള സാധ്യത ഒരുപാടുണ്ട്. 15%ഓളം റേഞ്ച് കൂടാനൊരു കാരണം ഈ ബ്രേക്ക് വയർ ടെക്നോളജിയാണ് എന്നാണ് കമ്പനി പറയുന്നത്. ജെൻ 3യിൽ വരുന്ന എല്ലാ സ്കൂട്ടറുകൾക്കും ഒരു സിംഗിൾ ABS എങ്കിലും കമ്പനി ഇപ്രാവശ്യം നൽകുമെന്നാണ് പറയുന്നത്. അത് വലിയൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് ഈ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ. ഇതിൽ S1 Pro പ്ലസ് പ്രോയിലൊക്കെ വയർ ബൈ ടെക്നോളജിയും അതുപോലെ തന്നെ സിംഗിൾ ABS കൂടെ വരുന്ന സമയത്ത് അതൊരു ഡ്യുവൽ ABS ടെക്നോളജി ആയിട്ട് ആക്ടിവേറ്റ് ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ Gen 1 എടുത്തവർക്ക് തന്നെ റേഞ്ച് ആങ്സൈറ്റി കൂടുതൽ ഫീൽ ചെയ്യാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കമ്പനി ഒരു 120 കിലോമീറ്ററൊക്കെ നൽകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എവിടെയും പെട്ടെന്നൊന്നും പോയി കുടുങ്ങില്ല. പക്ഷേ നമ്മൾ അത്യാവശ്യം ലോങ് പോകുന്ന സമയത്തായിരിക്കും കുറച്ച് ആങ്സൈറ്റി വരിക. കാരണം ഇതിൻ്റെ ഹൈപ്പർ ചാർജിങ് ഒന്നും ഏതൊരു ഗ്രിഡിൻ്റെ പോലെ അത്രയും വ്യാപകമായിട്ട് വന്നിട്ടില്ല. എന്നാൽ ഇതാ ഓല S1 Pro ജനറേഷൻ 3യുടെ റേഞ്ച് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. 320 കിലോമീറ്റർ IDC റേഞ്ചോടുകൂടെ വന്നിട്ടുള്ളത്. ഇതൊക്കെ വെറും ഫിഗേഴ്സ് ആണല്ലോ. ഇത്ര ഒന്നും റേഞ്ച് കിട്ടില്ല എന്നാരും പ്രതീക്ഷിക്കണ്ട. കാരണം ഇത് റേഞ്ച് കിട്ടാൻ സാധ്യത എന്തായാലും ഉണ്ട്. ബാറ്ററി പാക്കിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്. ഇതുവരെയും 4 കിലോ വാട്ടിൻ്റെ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി പാക്ക് ഇവിടെ 5.3 കിലോ വാട്ടാണ് വന്നിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള റേഞ്ച് കൂടിയിട്ടുണ്ടാവും. 320 കിലോമീറ്റർ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രൂ റേഞ്ച് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 270-280 കിലോമീറ്ററൊക്കെ എന്തായാലും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. Hey Masakali, how is the weather today? Gen 3ൽ ഇറങ്ങാൻ പോകുന്ന എല്ലാ വണ്ടികളിലും MOOOS 5 ആണ് സോഫ്റ്റ്വെയർ വരുന്നത്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് നൽകിയിട്ടുള്ളത്. DYI മോഡിൽ വരുന്നത് നമ്മുടെ പവറും ആക്സിലറേഷനും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ അറ്റ് എ ടൈമിൽ കാണാൻ കഴിയും. നമ്മുടെ അഡ്വാൻസ്ഡ് റീജനും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ടോട്ടൽ സെൻസിറ്റിവിറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും.
അടുത്തായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് സ്മാർട്ട് പാർക്ക് മോഡ് എന്ന് പറയുന്ന മോഡ്. അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ആക്സലേഷൻ മാത്രമേ കിട്ടുള്ളൂ. നമുക്കൊരു പാർക്ക് അസിസ്റ്റൻസ് നൽകുന്ന ഒരു മോഡ്. നെക്സ്റ്റ് ഫീച്ചർ ഇസ് എ ഗുഡ് ഫീച്ചർ. നമ്മുടെ വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഇനി മുതൽ നമുക്ക് സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഓൾസോ എ ബെസ്റ്റ് ഫീച്ചർ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. നമ്മളൊരു ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഈ റോഡ് ട്രിപ്പ് മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് മുമ്പിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ബാക്കിൽ വരുന്നുണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് കാണാം, ലൈവായിട്ട് കാണാം. എന്തിൽ? നമ്മുടെ ഓല മാപ്സിൽ. ഒരുപാട് തീമുകൾക്കിടയിൽ ഒരു പുതിയ തീം കൂടി തന്നിട്ടുണ്ട്, ഭാരത് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു തീം. കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നമ്മുടെ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്നാവും. നെക്സ്റ്റ് ഫീച്ചർ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ, SOS അലേർട്സ്. പെട്ടെന്ന് നമ്മൾ ആക്സിഡൻസിൽ എന്തെങ്കിലും പെട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നമ്പേഴ്സ് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഓട്ടോമാറ്റിക് മെസ്സേജസ് ചെല്ലും ഞാൻ എൻ്റെ പ്രോബ്ലത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അവർ അത് അറിഞ്ഞിട്ട് നമ്മളെ രക്ഷിക്കാൻ വരിക. അതൊക്കെ നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. S1Xലും ഒരുപാട് അപ്ഡേറ്റ്സ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പീക്ക് പവർ കൂടിയിട്ടുണ്ട്, ടോപ്പ് സ്പീഡ്, റേഞ്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. The fakeness, if you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that, spitting slow, spitting fast like a കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ വണ്ടികൾ വരുന്നത്. നമുക്ക് എത്ര റേഞ്ചുള്ള വണ്ടി വേണം എന്നുള്ളത് നോക്കുക, നമ്മുടെ ബഡ്ജറ്റ് എന്താ നോക്കുക, അതിനനുസരിച്ച് ജെൻ 3 നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വണ്ടി അതിലുണ്ടാവും. അപ്പോൾ ഏത് വണ്ടിയാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടി S1X 2 kW 80,000 രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെറുത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഫാസ്റ്റ് ചാർജറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് 80,000 രൂപ കൊടുത്ത് എടുത്തു കഴിഞ്ഞാലും റേഞ്ച് വളരെ കുറവാണ്, 40-50 കിലോമീറ്ററുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ വണ്ടിയും ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രാക്ടിക്കബിൾ ആണ്. ഇനി S1X 3 kW കുറച്ചുകൂടി കൂടുതൽ റേഞ്ചുള്ള വണ്ടി എടുക്കാം എന്നുള്ള പ്ലാനിലാണെങ്കിൽ 90,000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 70-80 കിലോമീറ്ററിൻ്റെ റേഞ്ചൊക്കെ കിട്ടാനുള്ള സാധ്യത ആ വണ്ടിയിലുണ്ട്. ഇനി 4 kW ബാറ്ററി പാക്ക് S1X എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 lakh മുടക്കണം. അത് നമ്മുടെ S1 Pro ജനറേഷൻ 1 കിട്ടിയെന്ന അതേ റേഞ്ച് കിട്ടും. 4 kW ബാറ്ററി പാക്ക് ഉണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. എൻ്റെ കയ്യിലുള്ള വണ്ടിക്കൊക്കെ 4 kW ബാറ്ററി പാക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു 120-130 കിലോമീറ്റർ ഓടും. വില എത്ര കുറഞ്ഞു എന്നുള്ളത് ആലോചിച്ച് നോക്കണം. 1,00,000 രൂപയുള്ളൂ. S1X പ്ലസ് മുതൽ നമ്മൾ ഫീച്ചേഴ്സിനാണ് എമൗണ്ട് കൂടുന്നത്. 4 kW ബാറ്ററി തന്നെയാണ് നോക്കുക. റേഞ്ചൊക്കെ ഏകദേശം നമ്മൾ S1X 4 kW അതിൻ്റെ കിട്ടുക. ഇവിടെ 1,08,000 രൂപയോളം വന്നിട്ടുണ്ട്. ഇനി S1 Pro വരികയാണെന്നുണ്ടെങ്കിൽ 3 kW വരുന്ന സമയത്ത് 1,14,999 രൂപ. S1 Pro 4 kW റേഞ്ചൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ. അവിടെ റേഞ്ചിൻ്റെ കാര്യം പറയാത്തത് 1,35,000 രൂപയ്ക്ക് നമുക്ക് 4 kW കിട്ടും. ഇനി നമ്മൾ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് നോക്കേണ്ടത് റേഞ്ച് കൂടുതലുള്ള വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S1 Pro പ്ലസ് തന്നെ ആയിരിക്കും. അത് 5.3 kW വണ്ടി എടുക്കണം. നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 280-290 കിലോമീറ്റർ കിട്ടും. അതിൻ്റെ വില വരുന്നത് 1,70,000 രൂപയാണ്. ഇതിനുള്ള വെർത്ത് ഉണ്ടോ ഈ വണ്ടി എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവും. വെർത്ത് ഉണ്ട്. ഞാനിപ്പോൾ ഏകദേശം 2 കൊല്ലത്തിൻ്റെ അടുത്തായി വണ്ടി യൂസ് ചെയ്യുന്നു. 25,000 കിലോമീറ്റർ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കുറേ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിലും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ ഭാഗങ്ങളും എനിക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാനും കമ്പനിയും തമ്മിൽ ഒരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനിയാണല്ലോ, എന്നിട്ട് പോലും അവർക്ക് ഇത്രയും ഒക്കെ നമുക്ക് ചെയ്തു തരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് ഇമ്പ്രൂവ് ചെയ്ത് വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.